തിരുവനന്തപുരം PA അസീസ് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. കോളേജിനുള്ളിലെ പണി തീരാത്ത കെട്ടിടത്തിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൽ അസീസ് താഹയാണെന്നാണ് സംശയമുള്ളത്. ഇപ്പോൾ കോളേജിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി VS അനു ചേരുന്നുണ്ട്. ഇപ്പോൾ അനു അവിടെ എത്തിച്ചേർന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗൗതം, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് മുല്ലശ്ശേരിയിലെ PSS കോളേജിലാണ്. ഇവിടെയാണ് ഈ കോളേജിലെ ഈ കെട്ടിടത്തിൻ്റെ ഇപ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെയും ഈ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലാണ് ഒരു കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു പുരുഷൻ്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് ആരുടേതാണെന്ന് നിലവിൽ ഔദ്യോഗികമായോ ഫോറൻസിക് ശാസ്ത്രീയ പരിശോധനകളുടെയോ പിൻബലത്തിൽ തെളിയിച്ചിട്ടില്ല. പക്ഷേ അതേസമയം ചില സംശയങ്ങൾ നാട്ടുകാർ പറയുന്നുണ്ട്. അത് ഈ കോളേജിൻ്റെ ഉടമയായിട്ടുള്ള മുഹമ്മദ് അബ്ദുൽ അസീസ് താഹയുടെ മൃതദേഹം എന്നുള്ള സംശയമാണ് ഇവിടെ കോളേജ് അധികൃതരും നാട്ടുകാരും പറയുന്നത്. അതിനവർ പറയുന്ന രണ്ട് കാരണങ്ങൾ: ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഫോൺ, ഈ കോളേജിൻ്റെ ഉടമയുടെ ഫോണ് ഈ മൃതദേഹത്തിൻ്റെ സമീപത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ കാറും ആ കാറിൻ്റെ കീ ഉൾപ്പെടെ പുറത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഈ മൃതദേഹം മുഹമ്മദ് അബ്ദുൽ അസീസ് താഹയുടേതാണെന്നുള്ള സംശയം അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഈ കെട്ടിടത്തിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം താഴത്തെ നിലയിലാണ് മൃതദേഹം കിടക്കുന്നത്. ഇന്ന് രാവിലെ ഇവിടെ BTECൻ്റെ പരീക്ഷയുണ്ടായിരുന്നു. അവിടെ കോളേജ് അധികൃതർ ഉൾപ്പെടെ എത്തുമ്പോഴാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഹാളിൻ്റെ അവിടെ നിന്നും പുക ഉയരുന്നത് കണ്ടത്. ഇതോടുകൂടിയാണ് പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. ഈ ടയറും അതുകൂടെ തന്നെ ഒക്കെ കൂട്ടിയിട്ടാണ് കത്തിച്ച് അവിടെ നിന്ന് അങ്ങനെ ഒരു ആത്മഹത്യയാണെങ്കിൽ അങ്ങനെയാണെന്നുള്ള സംശയമാണ് നാട്ടുകാർ പറയുന്നത്, അല്ലെങ്കിൽ പോലീസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അദ്ദേഹത്തിന് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായും പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ, ഈ കടം നൽകിയതുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ഇന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നടക്കമുള്ള ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണോ ഈ ആത്മഹത്യ, അദ്ദേഹമാണോ മരിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം എത്തിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ നാട്ടുകാരും ഒക്കെ അടക്കമുള്ളവർ ഇവിടേക്ക് വരുന്നുണ്ട്. ഈ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ കരകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ലേഖറാണി ഇവിടെ നമുക്കിപ്പോൾ ചേർന്നു. മാഡം, ഗ്രാമപഞ്ചായത്ത് ഇവിടെ എന്താണ് സംഭവം, എന്താണ് അറിഞ്ഞിട്ടുള്ളത്? രാവിലെ ഓഫീസിലേക്ക് വരുന്ന വഴിക്കാണ് അറിഞ്ഞത് ഇങ്ങനെ ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായെന്ന് അറിഞ്ഞത്. അതനുസരിച്ച് ഇവിടെ വന്നപ്പോൾ പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു. തീ അണയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ. ആ സമയത്ത് ബോഡി ഉണ്ടെന്നൊന്നും അറിയില്ല. തീ അണച്ചതിന് ശേഷമാണ് അതിനകത്തൊരു ബോഡി ഉണ്ടെന്ന്. ആരാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അതിനകത്തൊരു ബോഡി ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ഈ ഇതിന്റെ ഉടമയുടേതാണ് അദ്ദേഹത്തിന്റെ ഫോൺ ഈ ബോഡിയുടെ സമീപത്ത് നിന്ന് കിട്ടി, അദ്ദേഹത്തിന്റെ കാർ പുറത്ത് കിടപ്പുണ്ട്, അങ്ങനെയുള്ള ചില സംശയങ്ങളുടെ പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ? അദ്ദേഹം മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫോൺ അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞു. ഫോൺ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, കസേരയിൽ ഫോൺ ഇരിപ്പുണ്ടായിരുന്നു. മറ്റൊന്നും അറിയില്ല. എന്താണ്, ആരാണെന്ന് പോലും നമുക്ക് വ്യക്തമായി ഇദ്ദേഹം ആണെന്ന് പറയുന്ന അങ്ങനെ പറയില്ല, അറിയില്ല എന്താണ്. ആളും മിസ്സിംഗ് ആണ്, അത്രേ അറിയൂ. ഗൗതം, ഇതാണ് ഈ കോളേജിന്റെ ഉടമയായിട്ടുള്ള മുഹമ്മദ് അബ്ദുൽ അസീസ് താഹ കഴിഞ്ഞ ദിവസങ്ങളിൽ മിസ്സിംഗ് ആണ്. കഴിഞ്ഞ ദിവസം മിസ്സിംഗ് ആണ്. ഈ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ താഴത്തെ നിലയിൽ നിന്നാണ് ഒരു മൃതദേഹം ഒരു പുരുഷന്റെ. ഒരു നിമിഷം ഈ ഘട്ടത്തിൽ ഒന്ന് ഇടപെടുകയാണ്. കാരണം ഇപ്പോൾ ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൽകുന്ന വിശദീകരണം അനുസരിച്ച് പോലീസ് എത്തുമ്പോൾ, അതല്ലെങ്കിൽ രാവിലെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ടോ, പുക അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുള്ളതായി ദൃശ്യങ്ങളിൽ കാണുന്നു. ഒപ്പം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പറയുന്നത് രാവിലെ എത്തുമ്പോഴും ഈ തീ അണഞ്ഞിടുന്നില്ല എന്നാണ്. അപ്പോൾ ഈ അപകടം നടന്നത്, അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എപ്പോഴാണെന്ന് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ടോ? പോലീസ് അതിനെക്കുറിച്ച് നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എന്താണ്, മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? അനു? ഗൗതം, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാത്രി 1 മണിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്നുള്ളൊരു സംശയമാണ് പോലീസ് പല കാരണങ്ങൾ കൊണ്ട് പറയുന്നത്. ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, അവിടെ നിന്ന് ചെറിയ രീതിയിൽ പുക വരുന്നുണ്ട്. ആദ്യം ഇതൊരു കെട്ടിടത്തിൽ തീപിടിച്ചതാകാമെന്നുള്ള സംശയമാണ് ഇവിടെ ആദ്യം എത്തിയ നാട്ടുകാർക്കും കോളേജ് അധികൃതർക്കും ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അവർ നെടുമങ്ങാട് പോലീസിനെ വിവരം അറിയിക്കുന്നത്. അവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുമ്പോഴാണ് അവിടെ നിന്നും ഒരു മൃതദേഹം കൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മൃതദേഹം നേരത്തെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞതുപോലെ ഈ മൃതദേഹം ആരുടേതാണെന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത വന്നിട്ടില്ല.
അതേസമയം ചില സംശയങ്ങൾ അത് ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില സംശയങ്ങൾ നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഫോൺ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാറ് ഈ കെട്ടിടത്തിൻ്റെ പുറത്ത് നിർത്തിയിട്ടിരുന്നു. മറ്റൊന്ന്, നമ്മൾ അല്പസമയം മുമ്പ് നെടുമങ്ങാട് DYSP ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ അദ്ദേഹത്തിൻ്റെതാകാം ഈ മൃതദേഹം എന്നുള്ള സംശയം തന്നെയാണ് പോലീസിനുള്ളത്. അതിൽ അവർ പറയുന്നത് ഈ ഫോൺ വെച്ചിരുന്നത് ഈ മൃതദേഹം, അതായത് ഒരു ആത്മഹത്യയാണെങ്കിൽ അത് ചിത്രീകരിക്കുന്ന അടക്കമുള്ള അങ്ങനെ തോന്നാവുന്ന തരത്തിലാണ് ഈ ഫോൺ ഉൾപ്പെടെ വെച്ചിരുന്നത് എന്നുള്ള സംശയമാണ് നെടുമങ്ങാട് DYSP നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും വളരെ ദാരുണമായൊരു സംഭവം. തിരുവനന്തപുരം നെടുമങ്ങാട് PSS കോളേജിലാണ് ഇത്തരത്തിൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിൽ ഒരു പുരുഷന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ആരുടേതാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു കാര്യം കൂടി അനു, ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി, പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ യാതൊരു തരത്തിലുള്ള വ്യക്തതയും ഈ മരണപ്പെട്ടത് ആരാണ് എന്ന് സംബന്ധിച്ചുള്ള വ്യക്തത കുറവുള്ളത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും ആവർത്തിച്ച് അന്വേഷിക്കേണ്ടി വരുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് സംസാരിക്കുകയോ പറഞ്ഞത് ഈ താഹ മിസ്സിംഗ് ആണ് എന്ന ഒരു കാര്യം പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഈ കോളേജിൻ്റെ ആളുകൾ ആരെങ്കിലും അല്ലെങ്കിൽ അധികാരികൾ ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ, ഈ മിസ്സിങ്ങിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുണ്ടോ? ഗൗതം, ഇവിടെ ഇന്ന് BTECന്റെ പരീക്ഷ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് രാവിലെ കോളേജിലെ അധികൃതർ ഇവിടേക്ക് എത്തിയത്. അപ്പോഴാണ് ഈ കോളേജ് കെട്ടിടത്തിനുള്ളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ താഴെ നിലയിൽ നിന്നും പുക ഉയർന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയാണ് ഈ കോളേജ് അധികൃതരും അല്ലെങ്കിൽ നാട്ടുകാർ ഇത് കൃത്യമായി ഇത് ഇന്നയാളുടേതാണ് ഈ ഡെഡ് ബോഡി എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് നടത്താൻ പോലീസിനും കഴിഞ്ഞിട്ടില്ല. കാരണം അത്രമാത്രം കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും പോലീസിന്റെ പരിശോധന താഴെ. എന്തായാലും നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് PSS കോളേജിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കോളേജിന്റെ നിർമ്മാണം പൂർത്തിയാകാത്ത കെട്ടിടത്തിനുള്ളിൽ ഒരു മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അത് കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടേതാണ് എന്ന പ്രാഥമിക സംശയം മാത്രമാണ് ഉള്ളത്. അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അവിടെ നിന്നും പുരോഗമിക്കുകയാണ്. VS അനുവാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകുന്നത്.